ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീണ്ടും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം, കംപ്ലീറ്റ് ദ പസിൽ. അതായത് ഇന്ന് നമുക്ക് ടീച്ചർ കുറച്ച് ഓപ്പോസിറ്റ് വേർഡ്സ് പരിചയപ്പെടുത്തി തന്നിരുന്നല്ലോ. അതുപോലെ ഓപ്പോസിറ്റ് വേർഡ്സ് ഇല്ലാത്ത സ്ഥലത്ത് അത് എഴുതി പൂർത്തിയാക്കാനും ഈ സ്ഥലങ്ങളിൽ ആ വേർഡ് എഴുതി ചേർക്കാനും പറഞ്ഞിരുന്നു. ഇനി നമുക്ക് അതൊന്ന് ചെയ്തു നോക്കിയാലോ. ഇവിടെ നമുക്ക് ടീച്ചർ ഓരോ വാക്കിനും അടിവരയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിരിക്കും ഉത്തരം കണ്ടുപിടിക്കാൻ. ഒന്നാമത്തേത്, അന്ന ഈസ് സ്മാൾ ബട്ട് ദി ബോയ് ഈസ് ഡാഷ്. സ്മാളിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് കൂട്ടുകാരെ? അതെ, ബിഗ്. അപ്പോൾ ബട്ട് ദി ബോയ് ഈസ് ബിഗ്. രണ്ടാമത്തേത്, അന്ന ലേൺഡ് ഡാഷ് ഹാബിറ്റ്സ് ഫ്രം ഹെർ ഓൺ. ഷീ ഡസ് നോട്ട് ലൈക്ക് ബാഡ് ഹാബിറ്റ്സ്. ഇവിടെ അടിവരയിട്ട ബാഡ് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? ഗുഡ്. അപ്പോൾ അന്ന ലേൺ ഗുഡ് ഹാബിറ്റ്സ് ഫ്രം ഹെർ ഓൺ എന്ന. ഇനി മൂന്നാമത്തേത് നോക്കൂ. അന്നാസ് ഫാദർ സ്റ്റാർട്ടഡ് ഫോർ ഹിസ് ഓഫീസ് അറ്റ് ഡാഷ് ആൻഡ് റിട്ടേൺ ഹോം അറ്റ് ഡെസ്ക്. ഇവിടെ അടിവരയിട്ട ഡെസ്ക് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ്? അതെ, ഡൗൺ. ഇനി നാലാമത്തേത്, ദി ബോയ് ലോഞ്ച്ഡ് ഹിസ് ബോട്ട്സ് ഡ്യൂറിങ് ദ ഡേ. ഹി ഡ്രീംഡ് അബൌട്ട് ഇറ്റ് അറ്റ് ഡാഷ്. ഡേ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണ് കൂട്ടുകാരെ? അതെ, എല്ലാവർക്കും അറിയും, നൈറ്റ്. ഇനി അവസാനത്തേത്, ദി ബോയ് പുൾഡ് ദ ബോട്ട്. അന്ന ബിക്കം സാഡ്. ഓൺ മെയ്ഡ് ബോട്ട്സ്. അന്ന ബിക്കം ഡാഷ്. ഇവിടെ അടിവരയിട്ടിട്ടുള്ള വാക്ക് ഏതാണ്? സാഡ്. അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ഹാപ്പി. ഇനി നമുക്ക് ആ പസിലിലേക്കൊന്ന് കൂട്ടിച്ചേർത്താലോ. ഒന്നാമത്തേത് ബിഗ്, രണ്ടാമത്തേത് ഗുഡ്, മൂന്നാമത്തേത് ഡൗൺ, നാലാമത്തേത് നൈറ്റ്, അവസാനത്തേത് ഹാപ്പി. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കിയാലോ. മേക്ക് മീനിങ്ഫുൾ സെൻറ്റൻസസ് യൂസിങ് ദ വേർഡ് കാർഡ്സ്. ഇന്ന് നമുക്ക് ടീച്ചർ നമ്മുടെ മാജിക് ബോട്ടിൽ കുറച്ച് വാക്കുകൾ തന്നിരുന്നു അല്ലേ? അത് കൂട്ടിച്ചേർത്ത് മീനിങ്ഫുൾ സെൻറ്റൻസസ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അതൊന്ന് മീനിങ്ഫുൾ സെൻറ്റൻസസ് ആക്കിയാലോ. ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് ഈ 5 എണ്ണവും എഴുതിയിട്ടുള്ളത്. കാരണം ടീച്ചർ കാണിച്ചു തന്നതിൽ ചില വാക്കുകളൊന്നുമില്ല, അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എഴുതിയത്. അതുകൂടാതെ ഞാനിവിടെ 5 എണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനും കൂടുതൽ കണ്ടെത്തി കുറേ എഴുതാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ എഴുതിയത് നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. ഒന്നാമത്തേത്, ദി ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. രണ്ടാമത്തേത്, ദി ബോയ് ജംപ്ഡ് ഇൻ ടു ദി വാട്ടർ. മൂന്നാമത്തേത്, ദി ബോയ് ഡൈവ്ഡ് ഇൻ ടു ദി വാട്ടർ. നാലാമത്തേത്, ദി ബോയ് ഡൈവ്ഡ് ഇൻ ടു ദ സ്ട്രീം. അവസാനത്തേത്, ദി ബോയ് ഗോട്ട് ഇൻ ടു ദി ഹൗസ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനം, കംപ്ലീറ്റ് ദ വേർഡ് സ്റ്റെപ്സ്. അതായത് ഇന്ന് നമുക്ക് ടീച്ചർ ഒരു വലിയ സ്റ്റെപ്പ് കാണിച്ചു തന്നിരുന്നല്ലോ. അതിൽ ഓരോ വരിയിലും ഓരോ സ്ഥലത്ത് ഐ എന്ന അക്ഷരവും ഉണ്ടായിരുന്നു. അവിടെ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഒരു അക്ഷരവുമില്ല. അവിടെയുള്ള അക്ഷരങ്ങളെല്ലാം നമ്മോട് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കണ്ടെത്തി എഴുതാനായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് ടീച്ചർ അതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും മൂന്നാമത്തേതും നാലാമത്തേതും 10ാമത്തേതും പറഞ്ഞു തന്നിരുന്നു. ബാക്കിയുള്ളവയെല്ലാം നമ്മോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. 5ാമത്തേത് സൈറ്റ് എന്നാണ്. 6ാമത്തേത് ലിറ്റിൽ. 7ാമത്തേത് സ്വിഫ്റ്റ്ലി. 8ാമത്തേത് ഹൊറിബിൾ. 9ാമത്തേത് ഡിലൈറ്റഡ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. ബൈ ബൈ.